everyone, welcome to Competitive Cracker. എൻ്റെ പേര് ബിസി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ. ഇനി വരാനുള്ളത് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ കൂടിയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിൽ എന്തൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടതെന്നും ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണമെന്നും എന്നാൽ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് സിലബസ് അനുസരിച്ചുള്ള പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഏത് പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുവാനും മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെ പോർഷൻസ് പഠിക്കണമെന്ന് നമുക്ക് അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സബ്ജക്ട് നമുക്ക് ജനറൽ നോളേജും കറണ്ട് അഫെയർസുമാണ്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് വരാൻ പോകുന്നത് 10 മാർക്കാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൽ നിന്നും 40 മാർക്കാണ് വരാൻ തോന്നുന്നത്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് വരാൻ പോകുന്നത് 40 മാർക്കാണ്. ഓക്കെ, ടൈപ്പ് റൈറ്റിംഗിൽ നിന്നും 10 മാർക്കും ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 20 മാർക്കും അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം, കന്നഡ, തമിഴ് എന്നീ ഭാഗത്ത് നിന്നും 20 മാർക്ക് വീതമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം നമുക്ക് ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. അതെ, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. കാരണം അതിൽ നിന്ന് നമുക്ക് 40 മാർക്കാണ് സ്കോർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നിന്ന് ഭാഗത്ത് നിന്നും നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാവല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, നമുക്കൊന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ജനറേഷൻ ഓഫ് എ കമ്പ്യൂട്ടേഴ്സ് ആർ ബിൽഡ് ഇൻ വിത്ത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതായത് ക്വസ്റ്റ്യനിൽ എതിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു വേർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. അതായത് IC എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടർ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാകണം. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വളരെയധികം ചിപ്പുകൾ അടങ്ങിയിട്ടുള്ള സിലിക്കൺ ചിപ്പുകൾ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിരവധിയായിട്ടുള്ള കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് കമ്പോണൻസ് അടങ്ങിയിട്ടുള്ള ഒരു ചിപ്പാണ് എന്ത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. നമുക്കത് നിലവിൽ വന്നതോടെ എന്തൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സൈസ് കുറഞ്ഞു, സ്പീഡ് കൂടി, അതുപോലെ തന്നെ ഹീറ്റിംഗ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ മിക്ക കാലങ്ങളിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉപയോഗിച്ച് ആ ഒരു ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും ലാപ്ടോപ്സ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണാണെങ്കിലും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർമ്മിച്ചുണ്ടാക്കിയ കമ്പ്യൂട്ടർ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടു കിടക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നതല്ല. ഫസ്റ്റ് ജനറേഷനിൽ എന്താ വരുമോ? ഒരിക്കലും വരില്ല അല്ലെ. ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചത് വാക്യം ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, ബി ആണ്. അതായത് വാക്യം ട്യൂബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാക്യം ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ബൾബ് പോലെ തോന്നിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ തന്നെ എന്താ, അതിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സ്പീഡ് കൂടുതലായിരിക്കും, പക്ഷേ ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ആൻസർ ആയിട്ട് എന്ത് വരില്ല? ഫസ്റ്റ് ജനറേഷൻ ഒരിക്കലും ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അടുത്തത് കിടക്കുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. പക്ഷെ വാക്യൂം ട്യൂബിനേക്കാളും ചെറുതാണ് എന്തെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷനിലുള്ള വാക്യൂം ട്യൂബ് എന്ന് പറഞ്ഞ നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരിക്കലും സ്പീഡ് കുറവായിരിക്കും, പക്ഷേ എന്താ സൈസ് കുറവായിരിക്കും, പക്ഷെ എങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്ത് നിർമ്മിച്ച ഒരു കമ്പ്യൂട്ടർ അല്ല ഇവിടെ സെക്കൻഡ് ജനറേഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ബി ആയിട്ട് എടുക്കാൻ സാധിക്കില്ല. അതായത് അടുത്തത് എന്താ? തേർഡ് ജനറേഷൻ അല്ലേ. നമ്മുടെ ആൻസർ എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ സിയിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. തേർഡ് ജനറേഷനിലാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് വെച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടർ വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്താ, സൈസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഹീറ്റ് പ്രൊവൈഡിങ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതലായിരിക്കും. നമുക്ക് സൈസ് കുറവായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടർ എവിടെയാണ് വരുന്നത്? തേർഡ് ജനറേഷനിലാണ് വരുന്നത്. ലാസ്റ്റ് ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? ഫോർത്ത് ജനറേഷൻ. അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എന്താ വരുന്നത്? IC ആയിരുന്നു. നമ്മുടെ ഫോർത്ത് ജനറേഷനിനകത്ത് വരുന്നത് എന്താണ്? അതൊരു മൈക്രോ പ്രോസസ്സറാണ് അവിടെ വരുന്നത്. ഓക്കെ, മൈക്രോ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത് ഫോർത്ത് ജനറേഷനിലാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും നമ്മുടെ ഫോണിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ? ഫോർത്ത് ജനറേഷനുള്ള മൈക്രോ പ്രോസസ്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇത് കാണാൻ സാധിക്കും അല്ലേ. ഫസ്റ്റ് ജനറേഷനിൽ എന്താ യൂസ് ചെയ്യുന്നത്? വാക്യൂം ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ഫസ്റ്റ് ജനറേഷനിൽ വാക്യൂം ട്യൂബാണ് വെച്ചിട്ടുള്ളത്. വിച്ച് വേ ദ ഹബ് ആൻഡ് ജനറേറ്റ് ടു മച്ച് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് സെക്കൻഡ് ജനറേഷനിൽ എന്താ യൂസ് ചെയ്തേക്കുന്നത്? സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടറിനേക്കാളും സ്മോളർ, നമ്മുടെ വാക്യൂം ട്യൂബിനേക്കാളും ചെറുതായിരിക്കും, പക്ഷേ ഫാസ്റ്ററുമാണ്. എങ്കിലും അത് നമുക്ക് സെക്കൻഡ് ജനറേഷനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
നിർമ്മിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ IC ഉപയോഗിച്ച് നിർമ്മിച്ചൊരു കമ്പ്യൂട്ടർ അല്ല എന്താ സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, അതായത് തേർഡ് ജനറേഷൻ ആണ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച കമ്പ്യൂട്ടർ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ സി ആണ്, അതായത് തേർഡ് ജനറേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത് ഫോർത്ത് ജനറേഷൻ ആണ്. അവിടെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ CPU-ന്റെ സിംഗിൾ ചിപ്പുകളെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് മൈക്രോ പ്രോസസ്സറിലാണ്. ഇപ്പം നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എന്താ, വെരി ടേസ്റ്റി ഐസ് മിൽക്ക് എന്നൊരു വാക്ക് ഓർത്ത് വെക്കുക. അതിനകത്ത് ഫസ്റ്റ് വേർഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു വാക്ക് ഓർത്ത് വെച്ചാൽ മാത്രം പോരാ, ഇതിനകത്തെ ഫസ്റ്റ് വേർഡ് അനുസരിച്ച് ഇത് പഠിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഫസ്റ്റ് വെരി ടേസ്റ്റി ഐസ് മിൽക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെരിയുടെ അർത്ഥം എന്താ? വാക്യൂം ട്യൂബ്. ഫസ്റ്റ് ജനറേഷൻ ഓർത്തു വെക്കുക, ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത് വാക്യൂം ട്യൂബാണ്. അടുത്തത് ടേസ്റ്റിയുടെ ടി, അതായത് ട്രാൻസിസ്റ്റേഴ്സ്. അതായത് സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. കാരണം എന്താ, വെരി കഴിഞ്ഞ് ടേസ്റ്റി രണ്ടാമത്തെ വേർഡാണ് വരുന്നത് അല്ലേ. അപ്പോൾ എടുത്തു വെക്കുക, അത് സെക്കൻഡ് ജനറേഷൻ ആണ്, ട്രാൻസിസ്റ്ററിലാണ് വരുന്നത്. അടുത്തെന്താ? ഐസ്, അതായത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഓർത്തു വെക്കുക. അതിനുശേഷം എന്താ? മൈക്രോ പ്രോസസ്സർ, അത് വരുന്നത് എന്തിലാണ്? ഫോർത്ത് ജനറേഷനിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേർഡ് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ്. എന്തായാലും ഓർത്തു വെക്കുക. വാക്ക് ഓർത്താൽ മാത്രം പോരാ, വാക്കിൽ അടങ്ങിയിരിക്കുന്ന കാര്യം എന്താണെന്നും കൂടെ മനസ്സിലാക്കി പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ലെയർ ഓഫ് ദ OSA മോഡൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റൂട്ടിംഗ് ഡേറ്റ പാക്കറ്റ്സ് എക്രോസ് എ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ്. അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ OSA മോഡലിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് കിട്ടി എന്ന് കരുതുക. ആ നെറ്റ്വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏത് നെറ്റ്വർക്കിലേക്ക്, ഏത് കമ്പ്യൂട്ടറിലേക്ക് അയക്കണമെന്ന് തീരുമാനിക്കുന്നത് ഏത് വഴിയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും തന്നെ ആൻസർ കിട്ടിക്കണം. ഒരു ഡേറ്റ കയ്യിൽ കിട്ടുന്നു, ആ ഡേറ്റ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഏത് കമ്പ്യൂട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് റീച്ച് ആകുമെന്ന് തീരുമാനിക്കുന്ന ഏതാണെന്ന് ഓൾറെഡി ആൾക്കാർക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു കാണും. എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോകാം അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് OSA മോഡൽ എന്ന. അപ്പൊ എന്താണ് ഈ OSA മോഡൽ എന്ന് പറയുന്നത്? OSA മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ നമ്മുടെ ഡേറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന മോഡലിനെയാണ് എന്ത് എന്ന് പറയുന്നത്? OSA മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഫിസിക്കൽ ലെയർ ആണ് അല്ലേ. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു മീഡിയത്തിനെ പറയുന്ന പേരാണ് കേട്ടോ. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ വയേർഡോ അല്ലെങ്കിൽ കേബിളോ ഇങ്ങനെ പോലെയുള്ള വയേഴ്സിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വയേർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കേബിൾ ഒരു മീഡിയത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ പോകാനുള്ള ചെറിയൊരു മീഡിയം എന്ന് പറയുന്നതിൽ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ആൻസറായിട്ട് ഓപ്ഷൻ എ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അടുത്ത ഓപ്ഷൻ കിടക്കുന്നത് ഡേറ്റ ലിങ്ക് ലെയർ ആണ്. ഒരു ഡേറ്റ, അതായത് പരസ്പരം സെയിം ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്യുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ ഡേറ്റ ലിങ്ക് ലെയർ. ഇപ്പോൾ ഒരു രണ്ട് കമ്പ്യൂട്ടേഴ്സ് ഇരിക്കുകയാണ്, അത് സെയിം ആയിരിക്കും, ആ സെയിം ആയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ ഷെയർ ചെയ്യത്തുള്ളൂ. അല്ലാതെ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് ഡേറ്റ ഷെയർ ചെയ്യുക എന്നൊരു ജോലി ഇല്ല ആർക്ക്? ഡേറ്റ ലിങ്ക് ലെയറിന്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഓപ്ഷൻ ബി നമുക്ക് ആൻസർ വരില്ല. നമ്മുടെ പറഞ്ഞിരിക്കുന്ന ആൻസർ എന്താ? OSA മോഡൽ റെസ്പോൺസ്, അത് റൂട്ടിംഗ് എന്നെടുത്ത് പറയുന്നുണ്ടല്ലേ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി, അതായത് നെറ്റ്വർക്ക് ലെയർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളൊരു ഡേറ്റ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കമ്പ്യൂട്ടറിലേക്ക് പോകണമെന്ന് കറക്റ്റായിട്ട് റീച്ച് ചെയ്ത്, അതായത് ഏത് കമ്പ്യൂട്ടറിലേക്ക് അയച്ചാൽ അത് കറക്റ്റായിട്ട് എത്തും എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ നെറ്റ്വർക്ക് ലെയർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്? നെറ്റ്വർക്ക് ലെയർ. അതായത് ഇവിടെ വരുന്നത് എന്താണ്? ഒരു റൂട്ടർ ആണ് അല്ലേ. കറക്റ്റ് പാത്ത് കണ്ടുപിടിച്ച് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഏത് കമ്പ്യൂട്ടറിലേക്ക് പോകണമെന്ന് കറക്റ്റ് റൂട്ട് അല്ലെങ്കിൽ കറക്റ്റ് ഒരു പാത്ത് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്? നെറ്റ്വർക്ക് ലെയറിനുള്ളത്. നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ നെറ്റ്വർക്ക് ലെയർ ആണ്. ലാസ്റ്റ് കൊണ്ട് കിടക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ ഒരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. കാരണം എന്തുകൊണ്ട്? അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഡേറ്റ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ആരുടെ ജോലി? നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ജോലി. അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിതിന്റെ കൂടുതലായിട്ട് അറിയാം അല്ലേ. നമുക്ക് ഈ ഒരു ആൻസർ നമുക്കിത് കാണാൻ സാധിക്കും. ഒരു 2 PC ഉണ്ട്, സ്വിച്ച് ഉണ്ട്, റൂട്ടർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ PC3 ഉണ്ട്. നമ്മുടെ ആൻസർ റൂട്ടറാണ്. നമ്മൾ കണക്ട് ചെയ്തിരിക്കണം അല്ലേ. 2 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. റൂട്ടർ എന്താ? ഈ 2 സ്വിച്ചുകൾ നമ്മൾ 2 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അവയ്ക്കിടയിൽ വരുന്ന ഒരു കാര്യമാണ് റൂട്ട്. എങ്ങോട്ട് ഡേറ്റ പോകണമെന്ന് കറക്റ്റായിട്ട് തീരുമാനിച്ചിവിടെ കൊടുക്കുന്ന ഒരു
പാത്താണ് ഇവിടെ വരുന്നത് അല്ലേ? കാരണം റൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താ? റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് പാക്കറ്റ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് യൂസിങ് ഐ പി അഡ്രസ്. ഐ പി അഡ്രസ് നോക്കി ഏത് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ പോകണം എന്ന് തീരുമാനിച്ചു കൊടുക്കുന്നത് റൂട്ടറാണ്. റൂട്ടറിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? നെറ്റ്വർക്ക് ലെയർ ആണ്. OSI മോഡലിൽ വരുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. ഓക്കെ അല്ലേ? ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ചെറിയൊരു ടിപ്പ് കൂടി ഇതിനു വേണ്ടി പറഞ്ഞു തരുവാണ്. N for നെറ്റ്വർക്ക്, N for നാവിഗേഷൻ. നാവിഗേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഫൈൻഡിങ് ദ പാത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? നാവിഗേഷൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഒരു പാത്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പാത്ത് എന്ന് പറയുമ്പോൾ എന്താ? ഓൾസോ റൂട്ടിംഗ് ആണ് വരുന്നത്. ഓക്കെ, റൂട്ടിംഗ്. ദയർഫോർ നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് ലെയർ ആണ്. അപ്പോൾ നമ്മുടെ റൂട്ടിംഗ് ലെയറിൽ വരുമ്പോൾ എന്താ? OSI മോഡലിനകത്ത് വരുമ്പോൾ അത് നെറ്റ്വർക്ക് ലെയർ ആയിട്ട് മാറും. അതൊരു നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത്രയും ഇത് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ എന്താ? ജസ്റ്റ് ഒരു ഇമേജ്, അതായത് ഗൂഗിൾ മാപ്പ് ഓർത്ത് വെക്കുക. നമുക്കൊരു ഗൂഗിൾ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് പോയാലേ കറക്റ്റ് എവിടെ എത്തണമെന്ന് തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഓർത്ത് വെക്കുക, കാരണം റൂട്ടിംഗ് ലെയർ ആണ് അവിടെ വരുന്നത്. ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? Which bus connects the CPU to the main memory on the motherboard? അതായത് CPU-വും റാമും കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ബസ് മദർ ബോർഡിൽ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കൊണ്ട് എടുക്കുന്നത് സിസ്റ്റം ബസ് ആണ്. അതായത് ആൻസർ തന്നെ നമുക്ക് ആദ്യം വന്ന് കിടപ്പുണ്ടല്ലേ? നമ്മുടെ ആൻസർ ഏതാണ്? സിസ്റ്റം ബസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നതല്ല. അതായത് CPU-യും റാമും തമ്മിൽ കണക്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒന്നാണ് നമ്മുടെ സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C. അതായത് ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ബസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് എക്സ്പാൻഷൻ എന്നാണ്. എക്സ്പാൻഷൻ ബസ് എന്നാണ് പറയുന്നത്. എക്സ്പാൻഷൻ ബസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അഡീഷണൽ ഡിവൈസ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതിനായിരിക്കും എക്സ്പാൻഷൻ ബസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ട് അവിടെ യൂസ് ചെയ്യുന്നതിനായിരിക്കും നമ്മുടെ എക്സ്പാൻഷൻ ബസ് എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല, കാരണം ഓൾറെഡി നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ A, അതായത് സിസ്റ്റം ബസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. CPU-യും റാമും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനായിരിക്കും സിസ്റ്റം ബസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഓപ്ഷൻ C, അതായത് PCI ബസ് എന്നാണ്. PCI ബസ്സും എക്സ്പാൻഷൻ ബസ്സിന് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് PCI ബസ്സും എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അടുത്തത് എന്താ? USB ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ടേഴ്സ് ആണ് അല്ലേ? നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തല്ലേ, ഒരു കണക്റ്റിംഗ് ചെയ്യുന്നതിനായിരിക്കും നമ്മൾ USB ബസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. നമ്മുടെ ആൻസർ ഏതാണ്? സിസ്റ്റം ബസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അല്ലേ? എന്താണ് സിസ്റ്റം ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്ത CPU റാം, അതായത് CPU-വും റാമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ബസ് എന്ന് പറയുന്നത് ഏതാണ്? സിസ്റ്റം ബസ് ആണ് എന്ന് ഓർക്കുക. അടുത്തത് എന്താ? എക്സ്പാൻഷൻ ബസ്. എക്സ്പാൻഷൻ ബസ് എന്ന് വെച്ചാൽ യൂസ് ചെയ്തത് കണക്ട് ചെയ്ത എക്സ്പാൻഷൻ കാർഡ് സച്ചാസ് ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് ആൻഡ് നെറ്റ്വർക്ക് കാർഡ്. അത് അഡീഷണൽ ആയിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും നമ്മുടെ ആൻസർ അല്ല. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആണ് കേട്ടോ. ഓർത്ത് വെക്കുക, ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. എക്സ്പാൻഷൻ ബസ് അല്ല നമ്മുടെ ആൻസർ. അതായത് രണ്ട് ഡിവൈസ്, നമ്മുടെ ഗ്രാഫിക്സ് കാർഡോ അതുപോലെ തന്നെ സൗണ്ട് കാർഡോ നെറ്റ്വർക്ക് കാർഡോ, അതായത് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നതിനായിരിക്കും എന്ത്? എക്സ്പാൻഷൻ ബസ് എന്ന് പറഞ്ഞാൽ. അടുത്തെന്താ? ഓപ്ഷൻ C, അഥവാ PCI ബസ്, അതായത് ഒരു ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ. നമ്മുടെ എക്സ്പാൻഷൻ ബസ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും PCI ബസ് എന്ന് പറഞ്ഞാൽ. ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ ബസ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന, അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെരിഫറൽ ഡിവൈസ് ആണ്. ഓർത്ത് വെക്കുക, PCI ബസ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ പെരിഫറൽ ഡിവൈസ് ആണെങ്കിൽ, എക്സ്പാൻഷൻ ബസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു അഡീഷണൽ എന്താണ്? ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് അതുപോലെ തന്നെ നെറ്റ്വർക്ക് കാർഡാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് USB ബസ് എന്ന് പറഞ്ഞാൽ യൂസ് ടു ദ കണക്റ്റിംഗ് എക്സ്റ്റേണൽ ഡിവൈസ് അല്ലേ? കണക്റ്റിംഗ് ചെയ്യേണ്ട അവിടെ എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട്. ഏതൊക്കെയായിരിക്കും ആ എക്സ്റ്റേണൽ ഡിവൈസ്? കീവേഡ്സും മൈക്ക്, പ്രിന്റേഴ്സ് അതുപോലെ തന്നെ പെൻ ഡ്രൈവ് പോലെയുള്ള കണക്റ്റിംഗ് ഡിവൈസുകളാണ് അവിടെ വരുന്നത്. അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരുമോ? ഇല്ല അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിനകത്ത് അനുയോജ്യമായിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് എന്ത് വരില്ല? ഓപ്ഷൻ D നമുക്ക് വരില്ല. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ A, അതായത് സിസ്റ്റം ബസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യനിട്ട് പോകാം അല്ലേ? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കിടക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കൺസിഡർ ആസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം? കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി ഒരു ബിഗിനേഴ്സിനാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മുടെ ആൻസർ ഇതിനകത്ത്? പെട്ടെന്ന് പറയാം അല്ലേ? നമ്മുടെ ഫസ്റ്റ് വൺ കിടക്കുന്നത് രജിസ്റ്റർ എന്നാണ്. രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ലൊക്കേറ്റഡ് ടു ദ CPU, അതായത് CPU-ന്റെ ഡേറ്റാസ് എല്ലാം ഫാസ്റ്റ്, CPU-ന്റെ ഉള്ളിൽ തന്നെയുള്ള ഡേറ്റാസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് രജിസ്റ്റർ
രജിസ്റ്റർ എന്ന് പറയുന്നില്ല. രജിസ്റ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. രജിസ്റ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, രജിസ്റ്ററിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കിക്കേ. ലൊക്കേറ്റഡ് ഇൻസൈഡ് ഇൻ ദ CPU. CPUവിന്റെ ഉള്ളിൽ ഇപ്പോൾ CPUവിന് ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മുടെ രജിസ്റ്ററിലായിരിക്കും. അപ്പോൾ CPUവിന്റെ ഉള്ളിൽ ഫാസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെമ്മറി എന്ന് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്റ്റർ ആണ് വരുന്നത്. അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടൊരു മെമ്മറിയാണ് എന്ത്, നമ്മുടെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. അടുത്തത് എന്താ, ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, അതും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ബിറ്റ്വീൻ ഇൻ ദ CPU ആൻഡ് റാം. ബട്ട് രജിസ്റ്ററിനേക്കാളും വളരെ സ്ലോ ആയിരിക്കും എന്ത്, ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ. നമ്മുടെ CPUവിൻ്റെയും റാമിനും ഇടയിൽ വരുന്ന ഒന്ന് തന്നെയാണ് എന്ത്, ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ. പക്ഷേ രജിസ്റ്ററിനേക്കാളും സ്പീഡ് കുറവായിരിക്കും എവിടെ, നമ്മുടെ ക്യാഷ് മെമ്മറിയിൽ. അടുത്തത് എന്താ, റാം, അതായത് റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് വെച്ചാൽ എന്താ, ഒരു മെയിൻ മെമ്മറിയാണ് യൂസ് ടു കറന്റ്ലി റണ്ണിങ്. അതായത് കറന്റ്ലി സ്റ്റോർ, ടെമ്പററി ആയിട്ടല്ല, ടെമ്പററി ആയിട്ട് ഒരു ഡേറ്റാനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ റാമിലായിരിക്കും. അതായത് റാൻഡം ആക്സസ് മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അടുത്ത എന്താ, SSD, ഓർത്ത് വെക്കുക, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്താ, മച്ച് സ്ലോവർ ദാൻ രജിസ്റ്റർ. രജിസ്റ്ററിനേക്കാളും സ്ലോവർ ആയിരിക്കും, ക്യാഷിനേക്കാളും റാമിനേക്കാളും സ്ലോവർ ആയിരിക്കും എന്ത്, നമ്മുടെ SSD എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ. ഓൾറെഡി നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ. നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ, അതായത് രജിസ്റ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം അല്ലേ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ഹാഫ് ഡ്യൂപ്പിൾസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്താണ്, സിംപ്ലസ് എന്നൊരു ഡേറ്റയുണ്ട്, സിംപ്ലസ് എന്ന് പറയുന്ന ഡേറ്റയുണ്ട്, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഫുൾ ഡ്യൂപ്ലെക്സ് ഉണ്ട്, അതുപോലെ തന്നെ വരുന്നതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ട് ഡേറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് സിംപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹാഫ് ഡ്യൂപ്ലെക്സിനെ കുറിച്ചാണ്. അപ്പോൾ എങ്കിലും പറഞ്ഞു പോകണം, ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഡേറ്റാസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന് എക്സാമ്പിൾ ഏതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓൾറെഡി തന്നെ ഇതിന്റെ ആൻസർ മനസ്സിലോട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് വണ്ടി കിടക്കുന്നത് ടെലിഫോൺ എന്നാണ്. ടെലിഫോൺ ഉദ്ദേശിക്കുമ്പോൾ എന്താ, 2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ അവിടുന്ന് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരാൾ ഹാഫ് ഡ്യൂപ്ലെക്സ് ഉദ്ദേശിക്കുമ്പോൾ അവിടുന്ന് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് എന്ന് ഓർക്കുക. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ സാധിക്കുകയുള്ളൂ, 2 പേർക്കും ഒരുമിച്ച് അവിടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ട് വരില്ല. അപ്പോൾ അതിന് ഉദാഹരണം, ഒരിക്കലും നമുക്ക് ടെലിഫോൺ എടുക്കാൻ പറ്റുമോ, ഒരിക്കലും പറ്റില്ല അല്ലേ. കാരണം ബോത്ത് ക്യാൻ ടോക്ക് ഇൻ സൈമിൾട്ടേനിയസ്ലി. നമ്മൾ ഒരുമിച്ചായിരിക്കും ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തെ ആൾ അവിടെ നിന്ന് ഒരേ സംവിധാനം സംസാരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, ആൻസർ ആയിട്ട് ടെലിഫോൺ എടുക്കാൻ സാധിക്കില്ല. അടുത്തത് കിടക്കുന്നത് വാക്കിംഗ് ടോക്കിംഗ് എന്നാണ്. അതായത് അത് നമുക്ക് ആൻസർ ആണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. അതായത് ഒൺലി ക്യാൻ ടോക്ക് അറ്റ് ദ ടൈം ഹാഫ് ഡ്യൂപ്ലെക്സ്. അതായത് ഒരേ സമയത്ത് ഒരാൾക്ക് മാത്രമേ അവിടെ സംസാരിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഹാഫ് ഡ്യൂപ്ലെക്സും അത് തന്നെയാണ് പറയുന്നത്. ഒരേ സമയത്ത് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യും. ഇപ്പം ബസ് വരികയാണെങ്കിൽ നമുക്ക് വൺ വേ കൂടെ ഒരു വണ്ടി മാത്രമല്ലേ പോകുന്നുള്ളൂ, അപ്പത്തൂടെ വരുന്നില്ല അല്ലേ. അതുപോലെ തന്നെയായിരിക്കും നമുക്ക് വാക്കി ടോക്കി ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ സംസാരിക്കുണ്ടായിരിക്കുള്ളൂ, വേറൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക മാത്രമേ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കൊരു റിപ്ലൈ കിട്ടുകയുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അടുത്തത് ടെലിവിഷനാണ്. ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഒരേ സമയത്ത് നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയുന്നില്ല അല്ലേ. പക്ഷെ നമുക്ക് ഹാഫ് ഡ്യൂപ്ലെക്സിനകത്ത് ഇങ്ങോട്ട് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാനും സാധിക്കണം. ഓക്കുക, അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് ടെലിവിഷൻ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാമല്ലോ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴൊക്കെ. ഒരിക്കലും സാധിക്കില്ല, കാരണം ടെലിവിഷനകത്ത് നമുക്ക് ഇങ്ങോട്ട് പറയാതെ ചെയ്യുന്നത്, നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഹാഫ് ഡ്യൂപ്ലെക്സിനകത്ത് ഇങ്ങോട്ട് നമുക്കൊരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാനും സാധിക്കണം. അത് നമുക്ക് ടെലിഫോണിൽ സാധിക്കും, പക്ഷെ അത് ഒരേ സമയത്താണ് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ പോസിബിൾ ആവില്ല. വാക്കി ടോക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് ഇങ്ങോട്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ വാക്കി ടോക്കി ആയി വരുന്നത്. ടെലിവിഷൻ ഒരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല, കാരണം ഇങ്ങോട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ടി വിയിൽ നിന്ന് വ്യൂസ് കിട്ടണത് അതൊരു സിമ്പിൾസ് ആണ്. സിംപ്ലക്സിന് എക്സാമ്പിൾ ആണ്, ഓർത്ത് വെക്കുക. സിംപ്ലക്സിന് എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ, ഫുൾ ഡ്യൂപ്ലെക്സിന് എക്സാമ്പിൾ ആണ് ടെലിഫോൺ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ മാറി വരാനും സാധിക്കും. എന്താ, നമ്മുടെ ഹാഫ് ഡ്യൂപ്ലെക്സിന് പകരം ചിലപ്പോൾ ഫുൾ ഡ്യൂപ്ലെക്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഫുൾ ഡ്യൂപ്ലെക്സിന് എക്സാമ്പിൾ ടെലിഫോൺ ആണ്, ഹാഫ് ഡ്യൂപ്ലെക്സിന് എക്സാമ്പിൾ ആണ് വാക്കി ടോക്കി, സിംപ്ലക്സിന് എക്സാമ്പിൾ ആണ് ടെലിവിഷനും അതുപോലെ തന്നെ റേഡിയോ എന്ന് പറഞ്ഞാലും അല്ലേ. നമ്മൾ പറയത്തില്ല ഇതെന്താ റേഡിയോയോ, ഇങ്ങോട്ട് മാത്രം പറഞ്ഞാൽ അങ്ങോട്ടൊന്നും
കൊടുക്കാൻ സാധിക്കുന്നില്ല. അതെ, ഇങ്ങോട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് നമുക്കൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെയാണെങ്കിൽ നമ്മൾക്ക് സിംപ്ലസ് എന്ന് പറഞ്ഞാൽ. ഓർക്കുക, ഇൻഫോർമേഷൻ ഫോളോസ് ഓൺലി ദ ഫോം സ്റ്റേഷൻ ടു ദ ലിസണേഴ്സ്. നമുക്ക് ഇങ്ങോട്ട് മാത്രം ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്, അങ്ങോട്ട് കിട്ടുന്നില്ല. നമ്മൾ ലിസൺ ചെയ്യുക മാത്രമേ ഉള്ളൂ. സിംപ്ലസിന് എക്സാമ്പിൾ ഓർത്ത് വെക്കുക, റേഡിയോ ആണ്. ടെലിവിഷനും എന്തിന് എക്സാമ്പിൾസ് ആണ്? സിംപ്ലസിന് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ ഹാഫ് ഡ്യൂപ്ലസിന് എക്സാമ്പിൾ ഏതാണ്? വാക്കി ടോക്കിയാണ് നമ്മുടെ ഹാഫ് ഡ്യൂപ്ലസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഫുൾ ഡ്യൂപ്ലസിന് എക്സാമ്പിൾ ആണ് ടെലിഫോൺ എന്ന് പറയുന്നത്. ഇത് ഓക്കെ അല്ലേ? നമുക്കിന്ന് അടുത്ത ക്വസ്റ്റ്യൻ പോകാം അല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി മെഷർഡ് 2⁻10 GB is equal to, അതായത് 2⁻10 GB എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 1024 ആണല്ലേ? 1024 ഈക്വൽ ആയിട്ട് വരുന്നത് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? ഏതാ? നമ്മുടെ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാലോ. അതായത് 1 TB എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ആൻസർ. 1 TB അതായത് ടെട്രാബൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1024 ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അതായത് GB ആണ്. 1 TB എന്ന് പറഞ്ഞാൽ GB എന്ന് പറയുമ്പോൾ 1 TB ആയിട്ടാണ് അവിടെ വരുന്നത്. അടുത്തത് എന്താ? നമ്മുടെ ആൻസർ ടെട്രാബൈറ്റ് ആണ്. ഓർത്തു വെക്കുക. TB എന്ന് പറയുമ്പോൾ എന്താ? 1 PV ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ? സെക്കൻഡ് ഓപ്ഷനിൽ കിടക്കുന്നത് 1 PV, അതായത് പെട്രാബൈറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ? അത് TB മാറി അവിടെ 1 PV ആയിട്ടാണ് മാറുന്നത്. അടുത്തത് എന്താ? 1 EB, അതായത് എക്സാബൈറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ നമ്മുടെ പെട്രാബൈറ്റ് മാറിയാണ് അവിടെ EB, അതായത് നമ്മുടെ എന്ത് വരുന്നത്? എക്സാബൈറ്റ് മാറ്റി അവിടെ പെട്രാബൈറ്റ് മാറ്റിയാണ് അവിടെ എക്സാറ്റ് ബൈറ്റ് വരുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് 2⁻10 ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അത് ടെട്രാബൈറ്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അതൊരു 1 TB എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൽ പോലെ. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക, കുറച്ച് സിമ്പിൾസ് ആണ്. ഇതെന്തായാലും ഓർത്ത് വെക്കാം. 1 bit എന്ന് വെച്ചാൽ ബൈനറി ഡിസൈൻ ആണ്. അപ്പോൾ ഒരു കോള് ബൈനറി എന്ന് പറയുമ്പോൾ എന്താ? 0 to 1 വരെ ആയിരിക്കും വരുന്നത്. 4 bits എന്ന് പറയുമ്പോൾ നിപ്പിൾ, അതായത് 1/2 2 bytes ആയിരിക്കും വരുന്നത്. ഇതെന്തായാലും ഓർത്ത് വെക്കുക. ഇത് നമുക്കൊരു കമ്പ്യൂട്ടർ മെമ്മറി മെഷർമെന്റ് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിയുമ്പോൾ ആൻസർ ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിന്ന് അടുത്ത ക്വസ്റ്റിൽ പോകാം അല്ലേ? അടുത്ത ക്വസ്റ്റിൽ എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ, വിച്ച് നെറ്റ്വർക്ക് ഹാർഡ്വെയർ device operates at the data link layer of the OSI model and insert incoming data packets to forward them only the specific destination port. ഒരു ഡെസ്റ്റിനേഷൻ പോർട്ട്, അതായത് കറക്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോർട്ടിനെ കുറിച്ചാണ്. ഒരു OSI മോഡലിന്റെ ഒരു ഡേറ്റാ പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ഡേറ്റയിലുമൊക്കെ കണക്ട് ചെയ്യണമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ OSI മോഡൽ എന്താണ് ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? OSI മോഡൽ എന്താണെന്ന് പറഞ്ഞത്? രണ്ട് നെറ്റ്വർക്ക്, രണ്ട് ഡിവൈസുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോഡലിനെയാണ് നമ്മൾ OSI മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഇവിടെ കിടക്കുന്നത് ഹബ് എന്നാണ്. അതായത് ഹബ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഹബ് എന്ന് വെച്ചാൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹബിലേക്ക് നമ്മളൊരു ഡേറ്റ അയച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഹബ് എന്ത് ചെയ്തും കൊടുക്കും. ഏത് കമ്പ്യൂട്ടറിലേക്ക് പോയാലാണ് കറക്റ്റ് അത് റീച്ച് ആവുക എന്നൊരു കാര്യം ആർക്കറിയില്ല, ഹബിന് അറിയില്ല. അപ്പോൾ ഹബ് എന്ത് ചെയ്യും? ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൊടുക്കും. അത് നമുക്ക് പറ്റില്ല അല്ലേ? അത് എല്ലായിടത്തോട്ടും ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ OSI മോഡൽ നോക്കി അത് ഏത് ഡേറ്റയിലേക്ക് പോകണമെന്ന് കറക്റ്റ് റീച്ച് ചെയ്യുന്നത് ഏതാണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അടുത്തത് സ്വിച്ച് ആണ്. സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്വിച്ച് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് MSC അഡ്രസ്സ് സെൻഡ് ഡേറ്റ, അതായത് MSC അഡ്രസ്സ് പഠിച്ച് ഏത് കമ്പ്യൂട്ടറിലേക്കാണ് അത് കറക്റ്റ് പോകേണ്ടതെന്ന് മനസ്സിലാക്കി ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രം ആ ഡേറ്റ പാക്കറ്റ് അയച്ചു കൊടുക്കും. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് റീച്ച് ആവത്തുള്ളൂ. അതല്ലേ? നമുക്കൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആരുടെ കയ്യിൽ എത്തിച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ചെയ്യും എന്ന് സാധിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ നമ്മുടെ ഡേറ്റ പാക്കറ്റ് കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വിച്ചും ചെയ്യുന്നത്. അതിൻ്റെ MSC അഡ്രസ്സ് മനസ്സിലാക്കി പഠിച്ച് അത് ഏത് കമ്പ്യൂട്ടറിലേക്ക് അയക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? സ്വിച്ച് ഡിവൈസ് ആണ്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് എന്താ? റിപ്പീറ്റർ. റിപ്പീറ്റർ എന്താ? റിക്കഗ്നൈസ് ആൻഡ് ബൂട്ട്സ് വാക്കിൻ്റെ സിഗ്നൽസ്, അതായത് സിഗ്നൽസ് നോക്കി കണക്ട് ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അതായത് ഓപ്ഷൻ സി നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അടുത്തത് എന്താ? ആംപ്ലിഫയർ ആണ് അല്ലേ? അതായത് ഇൻക്രീസ് സിഗ്നൽസ്, അതായത് നമ്മുടെ സിഗ്നൽസിന് ഇൻക്രീസ് ചെയ്യുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. സ്ട്രെങ്തസ് ബട്ട് ഡസ് നോട്ട് മാനേജ് നെറ്റ്വർക്ക് ട്രാഫിക് നോക്കാതെ തന്നെ ഒരു സിഗ്നൽസിനെ ഇൻക്രീസ് ചെയ്യുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്? നമ്മുടെ ആംപ്ലിഫയറിനുള്ളത്. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ സ്വിച്ച് എന്നാണ് നമ്മുടെ ആൻസർ പറഞ്ഞാൽ. കാരണം ഒരു ഡാറ്റ പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് MSC അഡ്രസ്സ് പഠിച്ച് അതിൽ ഏത് കമ്പ്യൂട്ടറിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി, അതായത് സ്വിച്ച് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു പ്രിന്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു പ്രിന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രിന്റേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്പീഡ്. അതുപോലെ തന്നെ സ്പീഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരു പ്രിന്റിങ് ചെയ്യണമെങ്കിൽ അതിന്റെ സ്പീഡ് നോക്കിയാൽ നമുക്ക് പ്രിന്റിങ് ചെയ്യത്തുള്ളൂ. ഒരു പെട്ടെന്ന് തന്നെ നമുക്കൊരു ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആണ് കിടക്കുന്നത് CPM, അതായത് ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ്. നമ്മുടെ ക്യാരക്ടേഴ്സ് നോക്കി ലെറ്റേഴ്സ് നോക്കി പ്രിന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് CPM എന്നതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. കാരണം എന്താ, ക്യാരക്ടേഴ്സ് നോക്കി പ്രിന്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് വരില്ല, CPM വരില്ല. അതായത് ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ് ആൻസർ ആയിട്ട് വരില്ല. അടുത്ത് എന്താ, DPI അതായത് ഡോട്ട്സ് പെർ ഇഞ്ച്. ഡോട്ട്സ് പെർ ഇഞ്ച് നമുക്ക് ആൻസർ ആയിട്ട് തരുമോ? ഇല്ല അല്ലേ. കാരണം എന്തുകൊണ്ടാ, ഡോട്ട്സ് പെർ എന്ന് വെച്ചാൽ മെഷർ ദ പ്രിന്റിംഗ് ക്വാളിറ്റി നോക്കി. അപ്പോൾ അവിടെ ഒരു സ്പീഡ് കൂടുകയല്ല ചെയ്യുന്നത്, ക്വാളിറ്റി നോക്കിയാണ് അവിടെ പ്രിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് വരില്ല, ഓപ്ഷൻ ബി അതായത് ഡോട്ട്സ് പെർ ഇഞ്ച് DPI ആൻസർ ആയിട്ട് വരില്ല. നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അതായത് പേജസ് പെർ മിനിറ്റ് മെഷർ നോക്കിയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പേജിന് ഇപ്പം 20 പേജാണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ആ 20 പേജസും പ്രിന്റ് ചെയ്ത് കിട്ടണം. അവിടെ സ്പീഡിന് നമുക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. സ്പീഡ് നോക്കി കറക്റ്റായിട്ട് 20 പേജ് ഉണ്ടെങ്കിൽ 20 പേജും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് ഏത് വഴിയിട്ടാണ്, PPM അതായത് പേജസ് പെർ മിനിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും വരുന്നത്. അടുത്ത എന്താ, SPI അല്ലേ, അതായത് ലൈൻസ് പെർ ഇഞ്ച്. അതായത് ലൈൻസ് നോക്കി എത്ര ലൈൻസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് മെഷർ ചെയ്യുകയാണ് ചെയ്തത്. നമ്പേഴ്സിന് ലൈൻസും ഡെസ്റ്റിൻസിറ്റിയും നോക്കി പ്രിന്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി അതാണ് നമ്മുടെ ആൻസർ. അതായത് പേജസ് പെർ മിനിറ്റ് 20 പേജസ് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ 20 പേജസും പ്രിന്റ് ചെയ്ത് കിട്ടണം. അങ്ങനെ ടൈമിന് പ്രയോറിറ്റി, ടൈമും സ്പീഡിനും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് കിട്ടുന്നതിനായിരിക്കും എന്ത്, ഓപ്ഷൻ സിയിലകത്ത് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഉള്ള ഓപ്ഷൻ മാത്രം പഠിച്ചു പോകാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും പഠിച്ചു പോകണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ക്വസ്റ്റ്യൻ ആവില്ല, അപ്പുറത്ത് വരുമ്പോഴല്ലേ. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നല്ല വൃത്തിക്ക് പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ അസസ്മെൻറ്റിൻ്റെ പുതിയ ബാച്ച് നമ്മുടെ CCയിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.